Hi all, good morning. So, നമ്മള് ഇന്ന് കുറച്ച് പേപ്പർ 2-ലെ ഒരു 10 to ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലാസ്റ്റ് ഈ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന 2024-ലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് പേപ്പർ 2-ലെ. ഓക്കെ, സോ നമുക്കത് ഒരു പെർട്ടിക്കുലർലി ഒരു സബ്ജക്റ്റ് എന്നില്ല, മിക്സ് ആയിട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടാവും. സോ വിൽ ഗെറ്റ് ഇൻ ടു ഇറ്റ്. So this is your first question. The question is, the light given off by the phosphor during exposure to the electron beam is known as. So നിങ്ങൾക്കറിയാം ഈ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലെയാണ്. ഓക്കെ, സോ ദ ഓപ്ഷൻ ഇസ് ഫ്ലോറസൻസ്, ദെൻ ഫോസ്ഫോറിസൻസ്, പെർസിസ്റ്റൻസ് ആൻഡ് റിട്രേസിംഗ്. പറഞ്ഞേ എന്തായിരിക്കും ആൻസർ വരിക? ഒന്ന് ഓർത്തെടുത്ത്. യെസ് യെസ്, യുവർ ആൻസർ ഇസ് ഫ്ലോറസൻസ്. ബിക്കോസ് എന്തുകൊണ്ടാണ് ഫ്ലോറസൻസ് വരുന്നത്? യെസ്, ഇപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ ഇതില് ഒരു ലൈറ്റ് എമിറ്റിംഗ് ആയിട്ടുള്ള, അതായത് CRT നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കാഥോഡ് റേ ട്യൂബ്. സോ കാഥോഡ് റേ ട്യൂബ് പ്രകാരം ദ ഫിഗർ വിൽ ബി ലൈക്ക് ദിസ്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോസ്ഫറസ് കോട്ടിംഗ് ഉണ്ടാവും. ഇത് നിങ്ങളുടെ ഫോസ്ഫറസ് കോട്ടിംഗ് ആണ്. ഓക്കെ, സോ ഇലക്ട്രോൺ ബീം, സോ ഇത് ഈ ഒരു ഏരിയ ആണ് നമ്മുടെ ഇലക്ട്രോൺ ഗൺ എന്ന് പറയുന്നത്. ഞാൻ ഫുള്ള് പറയുന്നില്ല. സോ നിങ്ങളുടെ ഇലക്ട്രോൺ ഇങ്ങനെ പാസ് ചെയ്ത് വെൻ ഇറ്റ് ഹിറ്റ് ആ ഒരു ഫോസ്ഫറസിന്റെ അവിടെ അത് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു എനർജി പ്രകാരം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ലൈറ്റ് വരുന്നുണ്ട്. സോ ദിസ് ഇസ് എ ബേസിക് വർക്കിംഗ് ഓഫ് CRT, കാഥോഡ് റേ ട്യൂബിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ആണ്. ഓക്കെ, സോ യുവർ ഓപ്ഷൻ വിൽ ബി ഫ്ലൂറസൻസ്. സോ ഇതാണ് നമ്മുടെ എക്സ്പ്ലനേഷൻസ് വരുന്നത്. സോ ആ ഒരു ബീം നമ്മുടെ ആ ഒരു കോട്ടിങ്ങിൽ പോയി ഹിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ലൈറ്റ് വരുന്നത്, റൈറ്റ്? ഇനി ഫോസ്ഫോറസൻസ് എന്ന് പറയുന്നത് ലൈറ്റ് എമിഷൻ ഓഫ് ലൈറ്റ് ആഫ്റ്റർ ദ എക്സൈറ്റേഷൻ സോഴ്സ് ഇസ് റിമൂവ്ഡ്. അതായത് ആ ഒരു സോഴ്സ് റിമൂവ് ചെയ്തതിന് ശേഷം, അതായത് ഫോസ്ഫറസ് ഗ്ലോത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ആ ഒരു ഇത് എന്ന് വെച്ചാല് നമ്മുടെ സ്ക്രീൻ റിമൂവ് ചെയ്തതിന് ശേഷം ആ ഗ്ലോ അവിടെ പെർസിസ്റ്റ് ചെയ്യും. മറ്റേത് അവിടെ വന്ന് ഫ്ലൂറസൻസ് അവിടെ വന്ന് ഹിറ്റ് ചെയ്യും. സോ ഹിറ്റിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ലൈറ്റ് അവിടെ എമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഫ്ലോറസൻസിന്റെ പ്രത്യേകത, ഫോസ്ഫോറസൻസിന്റെ പ്രത്യേകത, അവിടെ ഒരു എക്സിറ്റേഷൻ സോഴ്സ് റിമൂവ് ചെയ്താലും ഫോർ എ സം പീരീഡ് ഓഫ് ടൈം ആ ഒരു ഗ്ലോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ നമ്മുടെ അടുത്ത ഓപ്ഷൻ പെർസിസ്റ്റൻസ് ആണ്. പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത് the term is often used in the context of display referring to the time it takes for the phosphor to decay at a certain level. അതായത് നമ്മുടെ ഒരു പെർട്ടിക്കുലർ ലെവലിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫോസ്ഫറസിന്റെ ഈ ഒരു എന്താ പറയാ ബ്രൈറ്റ്നെസ് ഡീകേ ചെയ്യും. ഓക്കെ, അതായത് ഇലക്ട്രോൺ ബീം അവിടെ ഹിറ്റ് ചെയ്ത് ലൈറ്റ് വരുന്നു, റൈറ്റ്? സോ ഈ ഒരു ഇലക്ട്രോൺ ബീം വരുന്നതിന് ശേഷം അത് സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് എന്ത് ചെയ്യുന്നില്ല, ഫോർ എ സർട്ടൻ ടൈം അത് എന്ത് ചെയ്യുന്നുണ്ട്, പെർസിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, പെർസിസ്റ്റൻസിന്റെ മീനിങ്ങിൽ തന്നെ എന്തൊക്കെ നമുക്ക് റിമൈൻഡ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ദെൻ റീട്രേസിംഗ് ആണ്. സോ റീട്രേസിംഗ് എന്ന് പറയുമ്പം എന്താണ്, ഇലക്ട്രോൺ ബീമിങ്, അതായത് പോയി, അതായത് ആ ഒരു വഴി പോയി തിരിച്ചു വരുന്ന, റീട്രേസ്, അതായത് അവിടെ പോയി ഹിറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന രീതിയിൽ. ഓക്കെ, അതാണ് റീട്രേസിംഗ് എന്ന് പറയുന്നത്. സോ യുവർ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഫ്ലോറോസെൻസ്. Then the second one is, which of the following command can be used to modify the data in SQL table? വേഗം പറഞ്ഞു, ഇത് വളരെ എളുപ്പമുള്ള ഈ ക്വസ്റ്റ്യൻ ആണ്. SQL table നിങ്ങൾക്ക് അറിയാം, insert command അറിയാം, delete, update and select അറിയാം. Okay, so your answer will be yes. I'll show the option. These are your options. So ഇതിനകത്ത് ഒരു കറക്റ്റ് ആൻസർ അല്ല, എന്താണ്, ഒന്നിൽ കൂടുതൽ കറക്റ്റ് ഓപ്ഷൻസ് ഉണ്ട്. സോ ABD. Okay, which will be your answer? Yes, you are right. ABC. Because ഇൻസേർട്ട് എന്ന് പറയുന്നത് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേബിളിലേക്ക്, യെസ്, ഈ ഒരു ടേബിളിലേക്ക് നമുക്ക് ഡാറ്റാസ് അല്ലെങ്കിൽ കോളംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓരോരോ വാല്യൂസ് അല്ലെങ്കിൽ കോളം നെയിംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസേർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇൻസേർട്ട് എന്ന് പറയുന്നത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാനാണ്. ഈ കീവേഡ്സ് ഓർത്ത് വെക്കണം. ഇൻസേർട്ട് മീൻസ് ആ വേർഡ് പോലെ ആഡിങ് ആണ്. ഡിലീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ടേബിളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡാറ്റ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള, ഇവിടെ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയേ, ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻസ് വേർ സ്റ്റുഡന്റ് ID is equal to 1, അതായത് ID 1 ആയിട്ടുള്ള സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ആ ഒരു റോ. ഓക്കെ, സോ അപ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡിലീറ്റ് യൂസ് ചെയ്യുന്നത്. Then അടുത്തത് അപ്ഡേറ്റ്. അപ്ഡേറ്റ് എന്ന് പറയുന്ന കീവേഡ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, DBMS. ഇത് DBMS ലെ ക്വസ്റ്റ്യൻ ആണ്. സോ അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ മേ ബി
സപ്പോസ് എന്റെ ഏജ് 25 ഞാൻ കൊടുത്തു. സോ ഇനി എനിക്ക് എന്റെ ഏജ് എന്ന് പറയുന്നത് 21 ആക്കണം. സോ അങ്ങനെയുള്ള രീതി സപ്പോസ് നിങ്ങൾക്ക് നെയിം ചേഞ്ച് ചെയ്യണം. സോ അങ്ങനത്തെ കേസിൽ വിത്തിൻ ദ ഡാറ്റ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സാധനമാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ വിൽ ബി യൂസിങ് അപ്ഡേറ്റ് കമാൻഡ്. ഓക്കെ, സോ ഇത് മൂന്നും ആണ് വരുന്നത്. സോ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടേബിളിനകത്ത് എന്തെങ്കിലും മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് തന്ന ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെലക്ട് ആണ്. സെലക്ടിന്റെ മീനിങ് എന്താണ്, ജസ്റ്റ് വി ആർ ഗോയിങ് ടു റിട്രീവിങ് ദ ഡാറ്റ, റൈറ്റ്. അതായത് നമ്മൾ ഒരുപാട് മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു, റിട്രീവ് ചെയ്തെടുക്കുന്നു. സോ എപ്പോഴും നമ്മൾ ഒരു ടേബിൾ ബേസിസിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം, ഡാറ്റ മോഡിഫൈ എന്ന് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ റിമെമ്പർ ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന് ഇൻസേർട്ട് കമാൻഡ്, നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യാൻ. ഡിലീറ്റ്, നമുക്ക് അതിൽ എന്തെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ. അപ്ഡേറ്റ് മീൻസ് ഉള്ള ഡാറ്റയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ. ഓക്കെ, സോ സെലക്ട് എന്ന് പറയുന്നത് ഡാറ്റ ചേഞ്ച് ചെയ്യാനുള്ളതല്ല, അപ്പാർട്ട് ഫ്രം ദാറ്റ് അത് ഡാറ്റ റിട്രീവ് ചെയ്യാനുള്ളതാണ്. Okay, so your option will be 4. Then next question is, which of the following description is or are true? So is or are true എന്ന് പറയുമ്പോൾ തെറ്റിക്കരുത്, ഒന്നെങ്കിൽ ഒന്നാവാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലാവാം. സോ ഓപ്ഷൻസിൽ നമുക്ക് മനസ്സിലാവും. സോ ഫസ്റ്റ് വൺ is red black tree, അത് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് the worst case of n log n, sorry big O of log n, the time for search, ഇൻസേർഷനും ഡിലീഷനും log n ആണ് അതിന്റെ വേർസ്റ്റ് കേസ്. ദെൻ രണ്ടാമത്തത് ട്രീ ആണ്. ട്രീ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് അറിയുന്ന അറിയില്ല, ട്രീയുടെ വേറൊരു പേരാണ് പ്രിഫിക്സ് ബേസ്ഡ് ആയിട്ടുള്ള സെർച്ച് എന്ന് നമ്മൾ പറയും. ഓക്കെ, ദെൻ ദ തേർഡ് വൺ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് ആണ് ABL ട്രീ, അതൊരു സെൽഫ് ബാലൻസിങ് ആയിട്ടുള്ള ബൈനറി സെർച്ച് ട്രീ ആണ് വിത്ത് സ്ട്രിക്കർ ബാലൻസ് ക്രൈറ്റീരിയ. ദെൻ ദ ഫോർത്ത് വൺ is B tree, അതെന്താ ചെയ്യുന്നത്, ഇറ്റ് അലൗസ് ദ എഫിഷ്യന്റ് സെർച്ച്, ഇൻസേർഷൻ, ഡിലീഷൻ ആൻഡ് ഓപ്പറേഷൻ ഇൻ എ ഡിസ്ക് ബേസ്ഡ് സിസ്റ്റം. പറഞ്ഞ ഏതൊക്കെ ഡിസ്ക്രിപ്ഷൻസ് ആണ് ഇതിനകത്ത് കറക്റ്റ്? അപ്പൊ മിനിമം നിങ്ങൾ ഇങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ട്രീനെ കുറിച്ച് ബേസിക് ആയിട്ട് എന്താണ് എന്നുള്ളതെങ്കിലും മിനിമം ഓർത്ത് വെക്കുക. കാരണം ABL എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ബൈനറി സെർച്ച് ട്രീ ഇങ്ങോട്ട് വന്നതാണ്, സെൽഫ് ബാലൻസിങ് ആണെന്നുള്ളത്. സോ ഇവിടെ പറഞ്ഞ ഏതായിരിക്കും ആൻസേഴ്സ് വരിക? ഒന്ന് ചിന്തിച്ചിട്ട് തെറ്റിക്കരുത്, ചിന്തിച്ചിട്ട് പറഞ്ഞ. യെസ്, yes, these are your options. ഒന്നെങ്കിൽ A and B, അല്ലെങ്കിൽ C and D, else B only, then last option is ABD. Yes, yes, your option is fourth, that is ABD. Okay, നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. സോ റെഡ് ബ്ലാക്ക് ട്രീ എന്ന് പറയുന്നത് യെസ് അതൊരു സെൽഫ് ബാലൻസിങ് ആയിട്ടുള്ള ട്രീ ആണ്. അതായത് സെൽഫ് ബാലൻസിങ് എന്ന് പറയുന്ന ട്രീ എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കലി നമുക്ക് പറഞ്ഞിട്ടുണ്ട് സെർച്ച്, ഇൻസേർഷൻ ആൻഡ് ഡിലീഷനിലും. അതായത് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ബാലൻസിങ് ഡ്യൂറിങ് ഇൻസേർഷൻ, ഡിലീഷൻ. ഓക്കെ, അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു റിട്രീവൽ ആൻഡ് മാനിപ്പുലേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു ബാലൻസ് ചെയ്യുന്നത്, അതായത് ഇൻസേർഷൻ ആൻഡ് ഡിലീഷന്റെ ടൈമിൽ. ഓക്കെ, സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ എന്താണ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദെൻ ബി ഏതാണ്, ട്രീ. ട്രീ എന്ന് പറയുമ്പോൾ നമ്മളെ സ്പാനിങ് ട്രീയോ സെർച്ച് ട്രീയോ അങ്ങനെ അവിടേക്ക് ചിന്തിക്കരുത്. ട്രീ എന്ന് പറയുന്നത് TRIE, അതൊരു ഡാറ്റ സ്ട്രക്ചർ ആണ്. ആക്ച്വലി നമ്മൾ അതിനെ ഇപ്പം പ്രിഫിക്സ് ട്രീ എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്, അത് അതിന്റെ വേറൊരു പേരാണ്. ആക്ച്വലി ഇവിടെ ഒരു പ്രിഫിക്സ് ബേസ്ഡ് ആയിട്ടുള്ള സെർച്ച് ആണ് വരുന്നത്. അതായത് ഈ ഒരു ട്രീയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള, ഇപ്പൊ നമുക്കൊരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു അറേ ഉണ്ടെങ്കിൽ അതിലൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ പറഞ്ഞത് ഓട്ടോ കംപ്ലീറ്റ് ഓർ ഡിക്ഷണറി ഇംപ്ലിമെന്റേഷൻ. സോ നമ്മുടെ ട്രീയിലും അറേയിലും ഒക്കെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്ട്രിങ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വേർഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിഫിക്സ് ബേസ്ഡ് ആയിട്ടുള്ള സെർച്ചസ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഓൾസോ റൈറ്റ്. സോ ട്രീ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പ്രിഫിക്സ് ബേസ്ഡ് സെർച്ച് എന്നുള്ള ഒരു ഓർമ്മ വെക്കും. ഓക്കെ, then our next option is ABL. yes, ഇതിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയണ്ടെന്ന് കരുതുന്നു, കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ABL ട്രീ എന്ന് പറയുന്നത് ഒരു സെൽഫ് ബാലൻസിങ് ആയിട്ടുള്ള ബൈനറി ട്രീ ആണ്. അവിടെ അതിന്റെ മെയിൻ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവിടെ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ടുള്ള സബ് നോഡ്സ് അല്ലെ, അതായത് ഓരോ നോഡിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്നത് മോർ ദാൻ 1 ആവരുത്. ഓക്കെ, അതിനാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഒരു റൂൾ എന്ന് ഉദ്ദേശിക്കുന്നതാണ്. അതിന്റെ രണ്ടിന്റെയും ഹൈറ്റിന്റെ ഡിഫറൻസ് ഒരിക്കലും മോർ ദാൻ 1 ആവരുത്. യെസ്, സോ നമ്മുടെ ഇതാണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ആക്ച്വലി ഇത് മോർ സ്ട്രിക്ട്ലി ബാലൻസ്ഡ് ദാൻ റെഡ് ബ്ലാക്ക് ട്രീനേക്കാളും കുറച്ചും കൂടി ഇതെന്താണ് സ്ട്രിക്റ്റ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ആ 1ൽ കൂടുതൽ ആവരുത്.
സോ അതുകൊണ്ടാണ് ഇത് എന്ന് പറയുന്നത് സെൽഫ് ബാലൻസിങ് ആയിട്ടുള്ള ബൈനറി സെർച്ച് ട്രീ ആണ്. സോ നമ്മുടെ ഓപ്ഷൻ വന്നത് ഓപ്ഷൻ 4 ആയിരുന്നു. സോ AVL നമ്മുടെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇത് എന്ന് പറയുന്നത് സെൽഫ് ബാലൻസിങ് ആണ്. മാത്രമല്ല റെഡ് ബ്ലാക്ക് ട്രീനേക്കാളും മോർ സ്ട്രിക്ട്ലി ബാലൻസ് ആണ്. ബിക്കോസ് അതിന്റെ ഹൈറ്റ് എപ്പോഴും ലെസ് 1ൽ കൂടുതലാവാൻ പാടില്ല. ഓക്കെ, ദെൻ ബി ട്രീ, യെസ് നമുക്കറിയാം ബി ട്രീ എന്ന് പറയുന്ന ഒരു ഡിസ്ക് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആണ്. അവിടെ ഡാറ്റാ ബേസ് ആയിട്ടോ ഫയൽ സിസ്റ്റം ആയിട്ടോ, ആക്ച്വലി ബി ട്രീ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്കിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ടുള്ള ഓപ്പറേഷൻസ് മിനിമൈസ് ചെയ്യാൻ, ദെൻ ഇൻസേർഷനും ഡിലീഷനും സെർച്ചിനൊക്കെ ഉള്ള ഓപ്പറേഷൻസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് നമ്മുടെ അടുത്തതിലേക്ക് പോവാം. സോ ഇതൊരു നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, കൺസിഡർ ദ ഫോളോയിങ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഇഫ് ബ്രാക്കറ്റില് m equal to 20 minus 10, okay, which is equivalent such that ഈ രണ്ട് വരാന്ന് പറയുന്നത് such that ആണ് where n greater than 10. സോ നമ്മളോട് പറയുന്നത് ഇതിന്റെ ഓർഡർ എങ്ങനെയായിരിക്കും, ഫസ്റ്റ് ഈക്വൽ ആണോ വരുന്നത്, ദെൻ മൈനസ് ആണോ, ദെൻ സച്ച് ദാറ്റ് ആ ഒരു ഈക്വലൈസിങ് സിമ്പിൾ ആണോ, ദെൻ ഗ്രേറ്റർ ദാൻ ഏതാണ് വരികയാണെന്നാണ്. സോ നിങ്ങൾക്ക് നോട്ട് ചെയ്തെന്ന് കരുതുന്നു. യെസ്, നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. സോ ദിസ് യുവർ ഓപ്ഷൻ. ഓപ്ഷൻ വരുന്നത് ഏതൊക്കെയാണ്? എ, ബി, ഇതാണ് നിങ്ങളുടെ ഓപ്ഷൻസ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ബിയിൽ വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഡിയിലും എയിലും വരുന്നുണ്ട്. സോ എനിക്കോ സി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇത്രയും നമുക്ക് ഓപ്ഷൻ മനസ്സിലായല്ലോ. സോ മാക്സിമം നമ്മൾ ഈ ഓപ്ഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമ്പോൾ നിങ്ങൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മുടെ ഓപ്ഷനിലേക്ക് ചെക്ക് ചെയ്യാം. നിങ്ങളിപ്പോ ഒരു ഓപ്ഷൻ കിട്ടുമ്പോൾ ഫുള്ള് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെന്റ് തന്നെ കറക്റ്റ് ആയാലും നിങ്ങൾ ആ ഓപ്ഷൻ ചെക്ക് ചെയ്യാം. വൺസ് ഇറ്റ് ഇസ് ദർ, ദെൻ നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതാണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, അങ്ങനത്തെ കേസസിലും ഓപ്ഷൻസ് ഇപ്പൊ UGC വന്നിട്ടുണ്ട്. കാരണം ഒരു സീരീസ് സപ്പോസ് നിങ്ങൾക്ക് ഒരു ടേബിളിലൊക്കെ ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് അറിയാം. സോ ഒബ്വിയസ്ലി അതേപോലെ തന്നെ വീണ്ടും ഓപ്ഷൻസ് വരികയാണ്. ചിലപ്പോൾ നമ്മൾക്ക് 3 എണ്ണം വരെ ചെക്ക് ചെയ്യേണ്ടി വരും. അതല്ലാത്ത കേസസ് ആകുമ്പോൾ ഇറ്റ് വിൽ ബി ഈസി. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഓപ്ഷൻ. D, BAC, then BD, CA, then BD, AC, C. നിങ്ങൾ നോക്കി 2, 3 തേർഡ് വണ്ണിലാണ് അവരുടെ ഡൗട്ട് അവിടെ ഒരു ഇത് വരുന്നത്, ടെസ്റ്റ് വരുന്നത്. എപ്പോഴും ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത്, കാരണം ഒരു ടൈമിൽ ഇപ്പം ചില ക്വസ്റ്റ്യനൊക്കെ നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഇങ്ങനത്തത് വന്നപ്പോൾ ടെസ്റ്റ് ഇട്ടിട്ട് ഇതുമായിട്ട് ഒട്ടും ബന്ധമില്ലാത്ത ടൈപ്പിലുള്ള ഓപ്ഷൻസ് വരാറുണ്ട്. അതായത് ബാക്കിയുള്ളത് ഇപ്പൊ നമ്മൾ ഒരേപോലത്തെ 2 എണ്ണം 3 എണ്ണം കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നതാണ് യെസ് അതിൽ ഏതെങ്കിലും ഒന്ന് അങ്ങ് കറക്കി കുത്താൻ. അങ്ങനെ തെറ്റിക്കരുത്. ഓക്കെ, ഓക്കെ. So your third option will be 3, that is BDAC. ഇങ്ങനെയാണ് അത് വരുന്നത് നമുക്ക് നോക്കാം. സോ ഇതാണ് നിങ്ങളുടെ എക്സ്പ്രഷൻ അല്ലെ. if of m equal to 20 minus 10 such that n greater than 10. സോ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ നമ്മൾ നോക്കുമ്പോൾ ഓപ്പറേറ്റർ പ്രസിഡൻസ് ആണ്. അതായത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നാൽ, ഒരു കണ്ടീഷൻ നമ്മൾ ചെയ്താൽ എങ്ങനെ ഏത് ഓർഡറിലാണ് നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്ന് പറയും. സോ ഈ ഒരു ഓപ്പറേറ്റർ പ്രസിഡൻസിൽ നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് നമ്മള് അപ്പൊ നമുക്ക് ഇപ്പം നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇതിൽ നമ്മൾ ആദ്യം മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് ചെയ്യും, ബോർഡ് മാത്സ് വെച്ചിട്ട്. ദെൻ നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും. സോ ആദ്യം നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്തായിരിക്കും? സബ്ട്രാക്ഷൻ. ആദ്യം നമ്മൾ ഇതിനെ മൈനസ് ചെയ്യും. ദാറ്റ് ഇസ് 20 minus 10 is evaluated first. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇത് ചെയ്യും. ദെൻ രണ്ടാമത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? അവിടെ n greater than 10 ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് വരുന്നത്. സോ ആദ്യം നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക, അത് നമുക്ക് പറഞ്ഞ എക്സാക്ട് ഓപ്പറേഷൻ. ദെൻ അതില് റിലേഷണൽ ഏത് റിലേഷൻ വേരിയസ് ആണോ അത് വരുന്നത്. ദെൻ നമ്മൾ അതിന് ഈക്വാലിറ്റി ചെക്ക് ചെയ്യുക, അതായത് m equal to ആണോ. ദെൻ അതിന്റെ ലോജിക്കൽ ആയിട്ടുള്ള ഫൈനൽ കമ്പാരിസൺ. ഓക്കെ, ഇത് വളരെ ഈസി ആണ്. ഇതിപ്പോ നമ്മള് എന്താ പറയുക, ബോർഡ് മാസിന്റെയും ഓപ്പറേറ്റർ പ്രസിഡൻസിനെയൊക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ ടിസ്റ്റ് ആയിട്ടിട്ട് നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ടൈപ്പും ഓർത്ത് വെക്കുക, വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന മാർക്സ് ആണ്. റൈറ്റ്, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. യെസ്, ഇത് വീണ്ടും നമ്മുടെ DBMSലേക്ക് വരുവാണ്. ഇതിൽ നിങ്ങൾക്ക് ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞത്. നോക്കിയേ, പ്രൊജക്ട് ജോയിൻ നോർമൽ ഫോം 2 ലിസ്റ്റ് ഉണ്ട് നിങ്ങളുടെ അടുത്ത്. ഒബ്വിയസ്ലി മാച്ച് ദ ഫോളോയിങ് ആണ്. ദെൻ ദ ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം, പിന്നെ
ഡിസ്ക്രിഷണറി ആക്സസ് കൺട്രോൾ, ദെൻ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഏറ്റവും ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, നിങ്ങൾക്കറിയാം നോർമൽ ഫോംസ് ഉണ്ട് അല്ലെ? എത്ര നോർമൽ ഫോംസ് ഉണ്ട്? ഫസ്റ്റ് നോർമൽ ഫോം, സെക്കൻഡ്, തേർഡ്, ദെൻ BCNF, ദെൻ ഫോർത്ത് നോർമൽ ഫോം, ദെൻ ഫിഫ്ത്ത് നോർമൽ ഫോം അല്ലെ? അതായത് നിങ്ങൾ പറഞ്ഞ ഫസ്റ്റ് നോർമൽ ഫോം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡ്യൂപ്ലിക്കേറ്റിനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. ഡ്യൂപ്ലിക്കേറ്റിനെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ എന്താണ് പറയുന്നത്? എലിമിനേറ്റ് ചെയ്യുന്നത് പാർഷ്യൽ ഡിപെൻഡൻസി ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ദെൻ തേർഡ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് വരുന്ന എന്താന്ന് വെച്ചാല് എലിമിനേറ്റ് ചെയ്യുന്നത് എന്താണ്? ട്രാൻസിറ്റീവ് ആണ്, ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി ആണ്. ദെൻ BCNF എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം നോൺ ട്രിവിയൽ ആയിട്ടുള്ള, വെയിറ്റ് ഞാൻ ഇവിടെ എഴുതാം, നോൺ ട്രിവിയൽ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ദെൻ 4NF എന്ന് പറയുന്ന എന്താണ്? മൾട്ടി വാല്യൂഡ് ആണ്. 4NF എന്ന് പറയുന്നത് മൾട്ടി വാല്യൂഡ് ആണ്. ആൻഡ് 5NF എന്ന് പറയുന്നതാണ് ദ വൺ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രൊജക്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾ എങ്ങനെയായാലും പഠിച്ചു വെക്കുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, BCNF, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. ഇത് എങ്ങനെയാണ്? ഇപ്പൊ പല രീതിയിലും കീവേഡ് ആയിട്ടും സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ഒക്കെ ഇത് ചോദിക്കുന്നതാണ്. പക്ക ഇതെന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പാണ്. ഓക്കെ, സോ നിങ്ങൾ പറഞ്ഞ ഈ പ്രൊജക്ട് ജോയിൻ നോർമൽ ഫോമിൽ നിന്ന് തന്നെ നമുക്ക് ഫിഫ്ത്ത് കിട്ടി. ഓക്കെ, കണ്ടില്ലേ? അപ്പൊ നിങ്ങൾ എളുപ്പത്തിൽ ഇങ്ങനത്തെ നിങ്ങൾക്ക് അറിയുന്ന ഓപ്ഷൻസിലേക്ക് വരിക. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് പോവാം. നിങ്ങൾ നോക്കിയേ, ഈ ഓപ്ഷൻ പ്രകാരം ഏതായിരിക്കും ആൻസർ വരിക? വേഗം പറഞ്ഞേ. യെസ്, ഓപ്ഷൻ ഇസ് ഫസ്റ്റ്. ബിക്കോസ് നമുക്ക് അവിടെ അറിയാം എയിൽ നിന്ന് ഫസ്റ്റിലേക്ക് തന്നെ നമ്മൾ റീഡയറക്ട് ചെയ്തത് എന്തിലേക്കാണ്? ഫിഫ്ത്ത് നോർമൽ ഫോം ആയിട്ടുള്ള പ്രൊജക്ട് ജോയിൻ ഡിപെൻഡൻസിയാണ്. സോ അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ ഇപ്പൊ A1ഉം ഇതും, സോ ഇത് ഈ ഓപ്ഷൻ നോക്കുമ്പോ ഇതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതാ ഞാൻ പറഞ്ഞത്. നേരത്തെ കേസിൽ നമുക്ക് രണ്ടും ഒരേപോലത്തെ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഇനി ഇത് രണ്ടും തന്നിട്ടും ഇതുമായിട്ട് ഒരു ബന്ധമില്ലാതെ വേറെ ഓപ്ഷനും വരാം. അതാ ഞാൻ പറഞ്ഞത്, ഈ ക്വസ്റ്റ്യൻസ് പല രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ചെറിയൊരു ഒറ്റ ഗ്ലാൻസിൽ നമുക്ക് ഇത് എന്തൊക്കെയാന്ന് ഒറ്റയടി നോക്കാം. സോ പ്രൊജക്ട് ജോയിൻ നോർമൽ ഫോം എന്ന് പറയുന്നത് ഫിഫ്ത്ത് നോർമൽ ഫോം ആണ്. അവിടെ നമുക്ക് 5NF എന്ന് പറയാൻ പറ്റും. ആക്ച്വലി അതെന്താ ചെയ്യുന്നത്? റിഡൻഡൻസി, ജോയിൻ ഡിപെൻഡൻസിയുടെ റിഡൻഡൻസി എലിമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ക്ലാസ്സസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം. അവിടെ വരുന്നത് കൺകറൻസി ആണ്. കൺകറൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എവിടെ വരുന്നതാണ്? നമ്മൾ ആസിഡ് പ്രോപ്പർട്ടീസിൽ ട്രാൻസാക്ഷൻസ് പഠിച്ചിരുന്നു അല്ലെ? അതായത് അറ്റ് എ ടൈമിൽ നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ ട്രാൻസാക്ഷൻസ് പോസിബിൾ അല്ല, പിന്നെ ഓവർ റൈറ്റ് വരുന്നത്. ഓക്കെ, സോ അതാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. ദെൻ ഡിസ്ക്രിഷണറി ആക്സസ് കൺട്രോൾ. സോ ആക്സസ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അത് എന്തായിരിക്കും? ഒരു സെക്യൂരിറ്റി ബേസിസിൽ വരുന്നതായിരിക്കും. ഓക്കെ, സോ ഈ സെക്യൂരിറ്റി ബേസിസിൽ വരുന്ന ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഓണറിൽ നിന്ന് നമുക്ക് ഡാറ്റ ഗ്രാന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പെർമിഷൻ റിലേറ്റഡ് ആയിരിക്കും. എനിഹൗ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? പെർമിഷൻസ് ഗ്രാന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഓക്കെ, സോ DAC ദാറ്റ് ഈസ് ഡിസ്ക്രിഷണറി ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി മെക്കാനിസം ആണ്. ദ ഡാറ്റ ഓണർ grants the access permission. So നമ്മളിപ്പോ സപ്പോസ് നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. എനിക്ക് ആ ഡാറ്റാബേസ് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പെർമിഷൻസ് കൊടുക്കും. നിങ്ങൾക്ക് കമാൻഡ്സ് ഗ്രാന്റ് ആൻഡ് റിവോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ നമ്മൾ പെർമിഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ യു ക്യാൻ നോ ലൈക്ക് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ദാറ്റ് ഇസ് DML എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? SQL. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫസ്റ്റിലെ ഫിഫ്ത്ത് NFഉം SQLും തന്നെ നിങ്ങൾക്ക് ആൻസർ ആയി ആക്ച്വലി. ഓക്കെ, നിങ്ങൾക്കറിയാം ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫോർ മാനിപ്പുലേറ്റിംഗ് ദ ഡാറ്റ, ഇൻസേർട്ട്, ഡിലീറ്റ്, അപ്ഡേറ്റ്. ഓക്കെ, സോ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് തവണ നമുക്ക് DBMS നടക്കുന്നത്. ഓക്കെ, ഇനി ഇത് നമുക്ക് പൊതുവെ നമുക്കൊരു എന്താ പറയാ ഓപ്ഷൻസ് തന്നിട്ട് നമ്മളോട് ആ ഒരു ഗ്രാഫ് ഇതിലാണ് ഡിസ്ക് ഷെഡ്യൂളിംഗിൽ വരുന്നതാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. സോ നമ്മളോട് അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എത്ര ടൈപ്പ് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പൊതുവെ വരാറ്. ഇപ്പൊ തവണ ചോദിച്ചത് ഗ്രാഫ് അവർ തന്നിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞത് അത് ഏത് ടൈപ്പ് ഗ്രാഫ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഓക്കെ, സോ കൺസിഡർ ദ ഫോളോയിങ് ഗ്രാഫ് ഡിസ്ക് ഷെഡ്യൂളിംഗ് ആൻഡ് ഐഡന്റിഫൈ ദ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം പ്രസന്റിംഗ് ബൈ ദിസ് ഗ്രാഫ്. സോ നിങ്ങൾക്ക് തന്നത്
ക്യൂവിൽ ഉള്ളത് ഏതൊക്കെയാണ്? 24, 125, 11, 36, 170, 20, 174, സോറി 172 and 45. അപ്പൊ നമ്മൾ ഒബിയസ്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെറുതുനിന്ന് വലുതിലേക്ക് ആക്കി ഒരു ഡിക്രീസിങ് ഓർഡറിൽ നമ്മൾ അതിനൊരു സെറ്റപ്പ് ഒരു ഗ്രാഫ് ആക്കി എഴുതും. ഇനി അതൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങൾ നോക്കുക, 28 സ്റ്റാർട്ട് ചെയ്തു, ലാസ്റ്റത്തെ എൻഡിന് തൊട്ട് മുമ്പ് വരെ പോയി, ദെൻ തിരിച്ച് വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്റ്റാർട്ടിങ്ങിന് തൊട്ട് മുമ്പ് വരെ വന്നു, ദെൻ തിരിച്ചു വന്നു. സോ നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം ഇത് ഏത് അൽഗോരിതം എന്ന്. ഓപ്ഷൻസ് SSTF എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള സീക്ക് ടൈം ഫസ്റ്റ് ആണ്, ദെൻ സ്കാൻ അൽഗോരിതം, ദെൻ C-സ്കാൻ, ദെൻ C-ലുക്ക്. സോ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ഇത് ഏതാണ്. ഓക്കെ, യെസ്, ഹാവ് യു ഗോട്ട് ഇറ്റ്? അപ്പം അറ്റ്ലീസ്റ്റ് ഓരോ അൽഗോരിതത്തിന്റെയും ഡയഗ്രാം എങ്കിലും ഒരൊറ്റ ഡയഗ്രത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഐഡിയ എങ്കിലും മനസ്സിലാക്കി വെക്കാം. ഇത് ഈ ഒരു എൻഡിനും സ്റ്റാർട്ടിങ്ങിനും വരുന്നതാണോ, തൊട്ട് മുമ്പത്തെയാണോ, അല്ലെങ്കിൽ നിയർ ബൈ ഒക്കെ വിസിറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് പോകുന്നതാണോ, ആ രീതിയിൽ ഇങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് അൽഗോരിതംസ് ഉണ്ട്. ലുക്ക്, C-ലുക്ക്, സ്കാൻ, C-സ്കാൻ, SSTF. അപ്പൊ ഇത് ഡിസ്ക് ഷെഡ്യൂളിംഗ് നമുക്ക് ചോദിക്കാം, കാരണം ഇത് പക്കാ മാർക്കാണ്. കാരണം ഇതിന്ന് ഇക്വേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനോ ഒക്കെ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നതാണ്. റൈറ്റ്? സോ ആൻസർ എന്താണ്? യെസ്, your answer is right, C-ലുക്ക്. സോ നമുക്ക് ഒന്ന് ഇതിലേക്ക് പോവാം. നിങ്ങൾ നോക്കിയേ, ഒരു ഇതിനകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എവിടുന്നാണ്? ഇനീഷ്യൽ പൊസിഷൻ, അതായത് ഈ ഒരു ഇതിന്ന് നമ്മൾ നിങ്ങൾക്ക് അറിയാം, ഇവിടുന്ന് നമ്മൾ ഇങ്ങനെയുള്ള ഒരു പൊസിഷന് സപ്പോസ് ഞാൻ ഇവിടെ 100 സ്റ്റാർട്ട് ചെയ്തു. സോ ഇവിടുന്ന് ഈ ഒരു അറ്റം വരെ ഇതാണ് എന്റെ എൻഡ്. ഓക്കെ, ഇതാണ് എന്റെ സ്റ്റാർട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്ന് കാണാം, ഒരു പോയിന്റിൽ നിന്ന് സപ്പോസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, എൻഡിന് തൊട്ട് മുമ്പ് വരെ ഞാൻ പോയി, ദെൻ അവിടുന്ന് ഞാൻ എന്ത് ചെയ്തു, ഇതാണ് എന്റെ സ്റ്റാർട്ടിന് തൊട്ട് മുമ്പ് വരെ പോയി, ദെൻ ഞാൻ ഇവിടെ എത്തി. അതായത് ഇവിടുന്ന് ഞാൻ തൊട്ട് പോയതിന്റെ, അതായത് 100 സപ്പോസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, എൻഡിന് തൊട്ട് മുമ്പ് വരെ ഞാൻ റീച്ച് ആയി. അവിടുന്ന് സ്റ്റാർട്ട് കഴിഞ്ഞിട്ടുള്ള, അതായത് സ്റ്റാർട്ട് ഈ ഒരു ഓപ്പോസിറ്റ് എൻഡ് തൊടുന്നില്ല, അതിന് മുമ്പ് വരെ ഞാൻ റീച്ച് ചെയ്തു. ദെൻ അവിടുന്ന് ഞാൻ വീണ്ടും എവിടുന്നാണോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അതിന്റെ മുമ്പ് വരെ ഉള്ളതിൽ ഞാൻ എത്തി. അപ്പം ഇത് എന്തിന്റെ കണ്ടീഷനാണ്? C-ലുക്കിന്റെ കണ്ടീഷനാണ്. സോ ഹെഡ് സ്റ്റാർട്ട് ചെയ്ത് മിഡിൽ വാല്യൂ മൂവ് ഇൻ വൺ ഡയറക്ഷൻ, അതായത് റൈറ്റിലേക്ക് നമ്മൾ പോയി. സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ ഇറ്റ് സേവ്സ് ഓൾ ദ ഹയർ നമ്പർ റിക്വസ്റ്റ്, അതായത് നമ്മുടെ ഹയർ നമ്പർ എന്ന് പറഞ്ഞാൽ ടിൽ 172 ആണ്. സപ്പോസ് ഇത് എന്റെ 199 ആണ്, ഇതെന്റെ 172 ആണ്. 172 വരെ ഞാൻ പോയി. ഓക്കെ, ദെൻ ഞാൻ അത് തിരിച്ചു വന്നു, 11 വരെ പോയി. എന്നിട്ട് ഞാൻ ഏതാണോ എന്റെ പൊസിഷൻ അതിന്റെ തൊട്ട് മുമ്പ് വരെ. ഓക്കെ, ഇത് നമ്മുടെ C-ലുക്കിന്റെ കണ്ടീഷൻ ആണ്. റൈറ്റ്? സോ C-ലുക്കിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ലൈക്ക് ലുക്ക് പോലെ തന്നെ ഇറ്റ് ഓൺലി ഗോസ് ഫാർ ആസ് ദ ലാസ്റ്റ് റിക്വസ്റ്റ്. സോ ഏറ്റവും ഫാർ ആയിട്ടുള്ള ലാസ്റ്റ് റിക്വസ്റ്റ് വരെ പോകും, ഒരു ഡയറക്ഷനിൽ തെറ്റിക്കരുത്. ആൻഡ് ഇറ്റ് wrap to the beginning but only to the next to the pending request. അതായത് സ്റ്റാർട്ടിങ്ങിലേക്ക് അത് പോവാന്ന് വെച്ചാൽ ഏറ്റവും ഫസ്റ്റിൽ അത് പോവില്ല, അതിന്റെ തൊട്ട് മുമ്പ്, ഓക്കെ, അതിന് തൊട്ട് പിന്നിൽ വരുന്ന വരെ അത് പോകത്തുള്ളൂ. സോ ഇറ്റ് ഡസ് നോട്ട് ഗോ ടു ദ എക്സ്ട്രീം എൻഡ് ഓഫ് ദ ഡിസ്ക്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലുക്ക്, C-ലുക്ക് ഒക്കെ വരുമ്പം. സോ ഞാൻ ഓപ്ഷനിലേക്ക് വരാം. ലുക്ക്, C-ലുക്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിന്റെ രണ്ടറ്റം ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, സോ SSTF എന്ന് പറയുന്ന സമയത്ത് SSTF അതായത് ഷോർട്ടസ്റ്റ് സീക്ക് ടൈം ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കൊരു സപ്പോസ് നമുക്കൊരു ഗ്രാഫ് ആയിട്ട് വരെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്ന് അതിന്റെ തൊട്ട് നിയർ ബൈയിലേക്ക് അത് പോയി, ദെൻ അതിന്റെ നിയർ ബൈ, ദെൻ അതിന്റെ അതായത് നിയറസ്റ്റ് ആയിട്ടുള്ളതിലേക്ക് ആയിരിക്കും അത് വരുന്നത്. ഇനി സപ്പോസ് നമ്മൾ സ്കാൻ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ സ്കാൻ എന്ന് പറയുന്നത് വെച്ചാൽ അത് ഈ സപ്പോസ് ഞാനിത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. സോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ എൻഡ് വരെ അത് പോകും. അതായത് ഇതെന്റെ എൻഡിങ് ആണെങ്കിൽ ഈ എൻഡ് വരെ അത് പോയിട്ട് ദെൻ അതെന്ത് ചെയ്യും, ഗോ ബാക്ക് ഇൻ. അതായത് അത് വൺ ഡയറക്ഷനിൽ അത് റിക്വസ്റ്റ് ചെയ്ത് എൻഡ് വരെ പോയി, ദെൻ ആണ് അത് മൂവ് ചെയ്യുക. ഓരോ അൽഗോരിതത്തിന്റെയും ഇതാണ് ട്രിക്കാണ് ഞാൻ പറയുന്നത്. ഇനി എന്താ പറയാ, C-സ്കാൻ എന്ന് പറയുന്നത് ഒരു എൻഡ് പോയി അത് തിരിച്ചു വരുന്നു. ഇനി C-സ്കാൻ എന്ന് പറയുമ്പോൾ ആ രണ്ട് എൻഡിലും അത് വരും. ഓക്കെ, സോ C-ലുക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ തൊട്ട് മുമ്പ്. അപ്പൊ ഓരോന്നിന്റെയും ഇത് തെറ്റിക്കരുത്, ഓർത്ത് വയ്ക്കാം. ഇനി അടുത്തത് which table for a dynamic pipeline become more interesting when a non-linear pattern is follows. ഇപ്പൊ ലാസ്റ്റ് ടൈം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, കുറച്ച് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് വന്ന രീതിയിലായിരുന്നു, കുറച്ച് വെയിറ്റേജ് ഉള്ള പോലെ.
ഓക്കെ. സോ ഇതിൽ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നോക്കിയേ, ഒരു നോൺ ലീനിയർ പാറ്റേൺ വരുന്ന സമയത്ത് ഏത് ഡൈനാമിക് പൈപ്പ് ലൈൻ ആണ് മോർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്, ഏത് ടേബിൾ ആണ് നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് റിസർവേഷൻ, ദെൻ കൺഫ്യൂഷൻ, ഇൻവേർട്ടഡ് ആൻഡ് ഗ്രീഡ്. യെസ്, വേഗം പറഞ്ഞു. യെസ്, യുവർ ഓപ്ഷൻ ഇസ് റിസർവേഷൻ ടേബിൾ. വൈ റിസർവേഷൻ ടേബിൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ബിക്കോസ് അവിടെ പൈപ്പ് ലൈൻ സ്റ്റേജസ് ആർ യൂസ്ഡ് അറ്റ് ഈച്ച് ടൈം യൂണിറ്റ്. അതായത് റിസർവേഷൻ ഓൾറെഡി നമുക്കറിയാം ഓരോ ടൈമിലായിരിക്കും അല്ലെ നമുക്കത് കിട്ടുന്നത്. സോ നോൺ ലീനിയർ ആയിട്ടുള്ള, അതായത് ഒരു പാറ്റേൺ അല്ലെങ്കിൽ നമ്മുടെ ടാസ്ക് നോൺ ലീനിയർ എന്ന് ഉദ്ദേശിക്കുന്നത് അത് റെഗുലർ അല്ല, ഫിക്സഡ് അല്ല എന്നുള്ള രീതിയിലാണ്. അതായത് ഈ ടാസ്കിന്റെ ഇടയിലൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് വരും. അപ്പൊ ഒന്ന് കഴിഞ്ഞ് അടുത്തത് എന്നുള്ളതിന്റെ ആ ഒരു ഇൻ ബിറ്റ്വീൻ അറ്റ് എ ടൈമിലായിരിക്കും ഇത് നടക്കുക. സോ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ടാസ്ക് അല്ലെങ്കിൽ സേവ് ടൈം ടു സ്റ്റാർട്ട് എ ന്യൂ ടാസ്ക് ആൻഡ് ഒപ്റ്റിമൽ ഷെഡ്യൂളിംഗ് ഫോർ. സോ ഈ ഒരു കേസസിലെല്ലാം നമ്മൾ എന്താണ്, റിസർവേഷൻ ടേബിൾ ആണ്. കാരണം ഡൈനാമിക് ആയിട്ടുള്ള പൈപ്പ് ലൈൻ ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നത് എങ്കിൽ സോ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റിസർവേഷൻ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ടാസ്കിന്റെ ഇടയിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ അലൈനിങ് ഉണ്ടാവില്ല. സോ നമ്മൾ എന്ത് ചെയ്ത് ഓരോ യൂണിറ്റിനനുസരിച്ച് നമ്മൾ സോ ഇറ്റ് വിൽ ബി കോൾഡ് ആസ് ഡൈനാമിക്, റൈറ്റ്. സോ അതാണ് റിസർവേഷൻ ടേബിൾ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് വന്നിരുന്നത് എന്തായിരുന്നു, കൺഫ്യൂഷൻ ടേബിൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പൊ നമുക്ക് അതായത് ലൈക്ക് ക്ലാസിഫിക്കേഷന്റെ കേസസിലാണ് നമ്മൾ കൺഫ്യൂഷൻ മെട്രിക്സും കൺഫ്യൂഷൻ ടേബിൾ ഒക്കെ, അതായത് ഇവിടെ നമ്മൾ പെർഫോമൻസ് കമ്പയർ ചെയ്യണം. അപ്പൊ ആക്ച്വലിനെ ബേസ് ചെയ്ത് നമുക്ക് കിട്ടിയതും വെച്ച് നമ്മൾ അതിനെ പ്രെഡിക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ പ്രഡിക്ഷന് വേണ്ടിയിട്ട് മെഷീൻ ലേണിംഗിൽ നമ്മൾ ക്ലാസിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കൺഫ്യൂഷൻ മെട്രിക്സ്. ദെൻ നമുക്ക് വന്നത് ഇൻവേർട്ടഡ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എന്താ പറയാ അതായത് അവിടെ ഒരു പേജ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. ആ പേജിലാണ് നമ്മൾ മെയിൻ ഫ്രെയിമിന് വേണ്ടിയിട്ട്, സോ നമുക്ക് മെയിൻ മെമ്മറിയില് നമുക്ക് ഓരോരോ എൻട്രീസ് വേണം അല്ലെ. അപ്പൊ അതിനൊരൊറ്റ പേജ് എന്നുള്ള രീതിയിലാണ് ഇൻവേർട്ടഡ് വരുന്നത്. ദെൻ ഗ്രീഡി ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാം. ഗ്രീഡി ടേബിൾ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ നമ്മള് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പില് നമ്മുടെ ലോക്കൽ ഒപ്റ്റിമാസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം ഒരു ഗ്ലോബൽ ഒപ്റ്റിമ. ആ ഒരു അത് നമ്മളെ എന്താ പറയാ നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിലേക്ക് വരുന്ന അതേ ഒരു ഇതിലാണ്. സോ ബേസിക് ആയിട്ടുള്ള അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസിസിലാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക. അപ്പൊ റിസർവേഷൻ ടേബിൾ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് 1 ലൈൻ എങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ arrange the following step of the in-order traversal of a binary tree in the correct order. It's very easy. നിങ്ങൾ എനിക്ക് വേഗം ആൻസർ പറയണം. ഫസ്റ്റ് ഓപ്ഷൻ is visit the left subtree, B visit the root node, C visit the right subtree, D start traversing by visiting the nodes in a rooted tree, E repeat the above 3 steps. വേഗം പറഞ്ഞേ. Your order will be like this: A B C D E, A B C D, then D A B C E, then D A E B C, right? Okay, yes, your answer is 3 because very easy question. Okay, so ഞാൻ നിങ്ങൾക്ക് ഒരു ഡയഗ്രാം വരയ്ക്കാം. 1 2 3. Suppose assume the A, the B, the C, the D, E, F, G, H, I. Okay. ഓക്കെ, സോ ഇവിടെ ഞാൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? അപ്പൊ നിങ്ങള് നമ്മുടെ ഇത് പ്രകാരം ഇൻഓർഡർ ട്രാവേഴ്സിൽ നമ്മൾ എവിടെ പോകും? ലെഫ്റ്റ് സബ് ട്രീ സി ആണ്. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യും, ഇവിടേക്ക് വന്നു, ലെഫ്റ്റിലേക്ക് പോയി, ദെൻ ഞാൻ എന്റെ റൂട്ടിലേക്ക് പോയി, ദെൻ റൈറ്റ് സബ് ട്രീ, ദെൻ എഗെയിൻ നമ്മൾ നമ്മുടെ റൂട്ടിലേക്ക് പോകുന്നു, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റിലേക്ക് പോയി, ദെൻ റൂട്ട്, then which one will become? G ആണോ H ആണോ വരിക? ഏതായിരിക്കും വരിക? നമ്മുടെ റൂട്ടിലെത്തിയില്ലേ? ഇനി റൂട്ടിൽ നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യുന്ന, ലെഫ്റ്റ് റൈറ്റ് നോക്കട്ടെ. 7, then 8, then 9. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ, the major adverse side effect of a scan conversion are. സ്കാനിങ്ങില് നമ്മൾ ഡിസ്ക് ഷെഡ്യൂളിംഗിൽ പഠിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ് staircase appearance, then second one unequal brightness of slanted lines, then 3
picket fence problem. D, rasterization. E, pre-filtering and post-filtering. Okay, so these are the options: A and B, A, B, C, B, C, D, D, C, D, E. യെസ്, എന്തായിരിക്കും ഇത്? നമ്മുടെ സ്കാനിങ്ങിൽ ഇതിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ തന്നെയാണ്. യെസ്, യുവർ ഓപ്ഷൻ ഇസ് എ, ബി, സി. വൈ? എന്തുകൊണ്ടാണ് ആ സ്റ്റെയർ കേസ്? നിങ്ങൾക്ക് അറിയാമോ അതിലെ ഫസ്റ്റത്തെ സ്കാൻ കൺവേർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്കാൻ കൺവേർഷൻ എന്ന് പറയുന്നത് കൺവേർട്ട് ചെയ്യാണ് ഇത് ജോമെട്രിക് ഡാറ്റ ആയിട്ടുള്ള നമ്മുടെ ലൈൻസ്, ഷേപ്പിനെയൊക്കെ നമ്മൾ പിക്സലിലേക്ക് മാറ്റാണ്. നിങ്ങൾക്കറിയാം റാൻഡം സ്കാൻ, റാസ്റ്റർ സ്കാൻ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ കണ്ടു കാണും. സോ സ്കാൻ കൺവേർഷൻ എന്ന് പറയുന്നത് ഇപ്പം ജോമെട്രിക് ആയിട്ടുള്ള ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ലൈൻ ഓർ ഷേപ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പിക്സലിലേക്ക് നമ്മൾ മാറ്റുന്നതിനെയാണ് ഇത് സ്കാൻ കൺവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതൊരു വിഷ്വൽ ആയിട്ടുള്ള ആർട്ടിഫാക്ട്സ് ആയിട്ടായിരിക്കും വരിക. അതായത് ഫസ്റ്റ് വൺ നിങ്ങളുടെ ഓപ്ഷൻ എന്താണ്? സ്റ്റെയർ കേസ്. സ്റ്റെയർ കേസ് എഫക്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മളത് എങ്ങനെയാണോ നമ്മുടെ സ്റ്റെയർ കേസ് പോകുന്നത് ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഇത് വരും. കാരണം ഒരു സ്മൂത്ത് ആയിട്ടായിരിക്കില്ല പോലെ, അത് ഒരു ഇൻ ബിറ്റ്വീൻ ഒരു ഇതായിട്ടായിരിക്കും അത് പോകുന്നത്. കാരണം എന്താന്ന് വെച്ചാല് നമ്മളെ സ്റ്റെയർ കേസിൽ തന്നെ എന്താണ് ഈ ഒരു ഡിഫറൻസ് ഒന്ന് കഴിഞ്ഞ് ഒന്നിന്റെ ഇടയിൽ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ടാവും. ഓക്കെ, ഒരു ഡയഗണൽ ആയിട്ടായിരിക്കും നമുക്കത് പോവാം. സോ ആ ഒരു കേസസിലാണ് നമ്മൾ അതിന് എന്തെന്ന് പറയുന്നത് സ്റ്റെയർ കേസ് എഫക്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആ ഒരു രണ്ടെണ്ണം സെക്സിന്റെ ഇടയിൽ വരുന്ന ലൈൻസിൽ വരുന്നതാണ്. സോ അതാണ് സ്റ്റെയർ കേസ് എഫക്റ്റ്. അപ്പൊ സ്കാൻ കൺവേർഷനിൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് നിങ്ങൾ നമ്മുടെ ക്ലാസ്സസിൽ കണ്ടുകാണ്. ഫസ്റ്റ് നമുക്ക് ആ ഒരു ഇതിൽ വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് സ്റ്റെയർ കേസ് എഫക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേറെ ഇതിലേക്കൊക്കെ ഓരോരോ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സിലേക്ക് പോകുന്നത്. ഓക്കെ, റാസ്റ്റർ സ്കാനിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ് സ്റ്റെയർ കേസ് എഫക്ട്. ഇലിയാസിംഗ് എന്നും നമ്മൾ അതിനെ പറയുന്നുണ്ട്. സോ ഒരു ജാഗ്ഡ് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ സ്റ്റെയർ കേസ് എഫക്ട് എന്ന് നമ്മൾ പറയുന്നത് ജാഗ്ഡ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷൻ അൺഈക്വൽ ആയിട്ടുള്ള ബ്രൈറ്റ്നസ് ഓഫ് സ്ലാറ്റൻഡ് ലൈൻസ്. അതായത് ചില പിക്സൽസ് അതിന് നമ്മൾക്കറിയാം ഈ ഒരു ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ചില ലൈൻസിനെ നമ്മൾ പിക്സലിലേക്ക് മാറ്റും, ചിലതിന് ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. അപ്പൊ അത് എന്ത് ചെയ്യുന്നുണ്ട്, മേക്കിംഗ് സ്ലാറ്റഡ് ലൈൻ, അതായത് അത് കുറച്ചും കൂടെ കൂടുതലായിട്ട് എന്ത് ചെയ്ത് സ്മൂത്ത് ലൈൻസിനെ എന്ത് ചെയ്യും, എഫക്ട് ചെയ്യും. അതായത് ചില പിക്സൽസിന് ഇന്റൻസിറ്റി കൂടുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ദാറ്റ് വിൽ ബി മേക്ക് ദ സ്ലാറ്റഡ് ലൈറ്റ് ലുക്ക് അൺഈവൻ. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അൺഈക്വൽ ആയിട്ടുള്ള, ഇപ്പൊ നമുക്കത് വരുന്ന സമയത്ത് പിക്സലിൽ നമുക്ക് ആ ഒരു ഇമേജ് കറക്റ്റ് ആയിട്ട് കിട്ടും. സോ ഈ ഒരു പിക്സലിന്റെ ഇടയിൽ ഒരു പിക്സലിന് കൂടുതൽ ഇന്റൻസിറ്റി ഒന്നിന് കുറവ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഇമേജ് കിട്ടുമ്പോൾ തന്നെ അതൊരു കാണുമ്പോൾ ഒരു ഇതുണ്ടാവില്ല, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. സോ അതാണ് നമ്മളോട് പറഞ്ഞത്, ഇറ്റ് വിൽ ബി എഫക്ട് ദ ലൈൻ സ്മൂത്ത്നെസ് ആൻഡ് കൺസിസ്റ്റൻസി. സോ ദ തേർഡ് ഓപ്ഷൻ വാസ് ഗിവൺ പിക്കറ്റ് ഫെൻസ് പ്രോബ്ലം. അതായത് it will be happen, എങ്ങനെയാണ് അത് നടക്കുന്നത്, when a fine pattern or lines are missed during a sampling process. അതായത് സപ്പോസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഒരു വലിയൊരു പോപ്പുലേഷൻ നമ്മൾ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ എടുക്കുന്നതാണ് നമ്മുടെ സാമ്പിൾ. സോ ആ ഒരു സാമ്പിളിൽ ഏതെങ്കിലും ലൈൻസോ അത് മിസ്സിംഗ് ആയ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ ഒരു ഇമേജിന് പിക്സലിന് അത് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഹയർ ഫ്രീക്വൻസി കണ്ടന്റ് വരുന്നതാണ് അവിടുത്തെ പ്രോബ്ലം, ദാറ്റ് ഇസ് കോൾഡ് ആസ് പിക്കറ്റ് ഫെൻസ് പ്രോബ്ലം. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ചില പ്രോബ്ലംസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ബെറ്റർ നിങ്ങൾക്ക് അറിയുന്നത് വെച്ച് ഓപ്ഷനിലേക്ക് എത്തുന്ന രീതിയിൽ നോക്കുക. ദെൻ റാസ്റ്ററൈസേഷൻ. ആക്ച്വലി റാസ്റ്ററൈസേഷൻ എന്ന് പറയുന്ന ഒരു സൈഡ് എഫക്ട് അല്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സൈഡ് എഫക്ട്. എനിക്കോ സ്റ്റെയർ കേസ് വരും. റാസ്റ്ററൈസേഷൻ എന്ന് പറയുന്നത് സൈഡ് എഫക്ട് അല്ല. ആക്ച്വലി അത് വെക്ടർ ഗ്രാഫിക്സിനെ നമ്മുടെ റാസ്റ്റർ ഇമേജ് ആയിട്ടുള്ള പിക്സലിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ് ദാറ്റ് കൺവേർഷൻ ഇസ് കോൾഡ് ആസ് റാസ്റ്ററൈസേഷൻ. ഓക്കെ, ദെൻ ലാസ്റ്റ് ഓപ്ഷൻ പ്രീ ഫിൽട്ടറിങ് ആൻഡ് പോസ്റ്റ് ഫിൽട്ടറിങ്. അതിപ്പം നമ്മളിപ്പോ സ്റ്റെയർ കേസിംഗിൽ നമ്മൾ പറഞ്ഞു എലിയാസിംഗ് എന്ന് പറയുന്നത് അല്ലെ. സോ ഈ ഒരു സ്റ്റെയർ കേസ് എഫക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ചില സൊല്യൂഷൻസ് ഓർ മെത്തേഡ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് പ്രീ ഫിൽട്ടറിങ് ആൻഡ് പോസ്റ്റ് ഫിൽട്ടറിങ്. സോ ലാസ്റ്റ് ഈ രണ്ട് ഓപ്ഷൻ ആക്ച്വലി ഇത് നമ്മുടെ സൈഡ് എഫക്ട് അല്ല, ഇത് സൊല്യൂഷൻസ് അല്ലെങ്കിൽ മെത്തേഡ് ആണ് ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള ടാസ്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ അത് ആലോചിക്കുക. സൈഡ് എഫക്ട് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. Okay. Then which of the following is not related to the feed-forward neural networks on a backward propagation? Boolean function, continuous function, arbitrary and greedy function. Yes, വേഗം പറഞ്ഞേ. Feed-forward ആയിട്ടുള്ള neural network on a back propagation algorithm വരാത്തത്. Yes, your option is greedy. Greedy ആണ് നമുക്ക് ഇതുമായിട്ട് വരാത്തത്. കാരണം
നോക്കിയേ, ബൂളിയൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ്, ആൻഡ്, ഓർ ആൻഡ് എക്സ് ഓർ, ഇതൊക്കെയാണ് നമ്മുടെ ബൂളിയൻ എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള, അതായത് അതിന്റെ ഇടയിൽ ഒരു 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 എന്താ പറയാ, ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും അത് പോകുന്നത്. നിങ്ങൾക്കറിയാം എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ആയിട്ടുള്ള റേയു, സിഗ്മോയിഡ് ഫംഗ്ഷൻസ്, ഇതൊക്കെ എന്താണ് നമ്മുടെ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, സോ അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് വരുന്നുണ്ട്, ബൂളിയൻ, കണ്ടിന്യൂസ്, ദെൻ ലാസ്റ്റ് വൺ ഇസ് ആർബിട്രറി. ആർബിട്രറി എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഏത് രീതിയിൽ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം വിത്തൗട്ട് ഒരു സ്പെസിഫിക് കൺസ്ട്രെയിന്റ് ഇല്ലാതെ. നമ്മളിപ്പോ പറയില്ല ആർബിട്രറി വാല്യൂ എന്നുള്ള പോലെ, വിതൗട്ട് എനി കൺസ്ട്രെയിൻസ് വി ക്യാൻ ഗിവ് എനി കൈൻഡ് ഓഫ് ലൈക് എനി വേസ് വി ക്യാൻ ഡിഫൈൻ. Okay, so universal ആയിട്ടുള്ള approximation theorem states that the feed-forward neural networks can approximate any arbitrary function through the neurons. So neurons വഴി നമുക്ക് ഏതൊരു രീതിയിലും without any constraints നമുക്കത് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് മേ ബി അവർ തന്നെ അഡീഷണലി ആഡ് ചെയ്യും, ആ ഫംഗ്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ന്യൂറോൺസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെക്കാം. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഗ്രീഡി ഫംഗ്ഷൻ. ഗ്രീഡി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒപ്റ്റിമൈസേഷൻ ആണ്. ആക്ച്വലി ഗ്രീഡി എന്ന് പറയുന്നത് അത് അൽഗോരിതം ആണ്. സോ അതൊരിക്കലും നമ്മുടെ ന്യൂറോണുമായിട്ട് അങ്ങോട്ട് പോകുന്നതല്ല, ആക്ച്വലി അതൊരു ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ഗ്രീഡി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഒപ്റ്റിമൈസിങ്ങിന് വേണ്ടി അതൊരു ഫംഗ്ഷൻ ആയിട്ട് വരുന്നതല്ല. സോ അത് കളഞ്ഞ് ബാക്കി ഏതൊക്കെ ഓപ്ഷൻ, ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ഓപ്ഷൻസിനെ അനലൈസ് ചെയ്യാം. ഓക്കെ, then identify the correct statement from all the following regarding the spiral model. So ഇത് നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലാണ്, നിങ്ങൾക്കറിയാം എല്ലാ മോഡൽസും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡലാണ് സ്പൈറൽ, ബിക്കോസ് അതിന്റെ ആ ഒരു മോഡലിന്റെ ഷേപ്പിൽ വരുന്നത്, അതിന്റെ റേഡിയസ്, ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ബൈ സ്റ്റേറ്റ്മെന്റ് ഓർ ബൈ ബൈ assertion or reasoning പോലെ. So spiral model is an incremental process model. It's a risk-driven process mode. Then a cyclic balancing approach. Then spiral model involves a set of anchor point milestone. Yes, വേഗം പറഞ്ഞ, it's very easy. Yes, yes, these are the options A, B, B, C, A, D, and B. Yes, your option is B and D. Why? എന്തുകൊണ്ടാണ് അത് വന്നത്? സ്പൈറൽ മോഡൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം എങ്ങനെയായിരിക്കും, ഇങ്ങനെയാണല്ലേ ആ മോഡൽ, ഇങ്ങനെയല്ല ആ മോഡൽ സ്പൈറൽ ആയിട്ട് ഇങ്ങനെ പോകും. അപ്പൊ നിങ്ങൾക്കറിയാം ഇതിന്റെ റേഡിയസ്, ആംഗുലാർ മൊമെന്റം, കോസ്റ്റും റിസ്ക്, ഇപ്പൊ എത്രത്തോളം ആ ഒരു സ്പൈറൽസ് വരുന്നു അത്രത്തോളം നമ്മൾ റിസ്ക് പ്രഡിക്ട് ചെയ്യാനാണ് ഈ മോഡൽ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നോക്കിയേ, സ്പൈറൽ മോഡൽ ഇസ് എ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റൽ മോഡൽ ദാറ്റ് കമ്പൈൻസ് ദ iterative development with systematic aspects of the waterfall model. Actually ബേസിക് മോഡലാണ് നമ്മുടെ വാട്ടർഫോൾ, അത് നമുക്കറിയാം. സോ വാട്ടർഫോൾ മോഡലിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് റിസ്ക് അനലൈസ് ചെയ്യാൻ, ഇപ്പൊ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് സ്പൈറൽ മോഡൽ എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ്സ് എൻ ഇൻക്രിമെന്റൽ പ്രോസസ് മോഡൽ. സോ ഇൻക്രിമെന്റൽ എന്ന് പറയുമ്പോൾ സപ്പോസ് ഇത് ചെറുത് പിന്നെ വലുത്, അപ്പൊ ഇങ്ങനെ പോകുന്നതാണ് ഇൻക്രിമെന്റൽ. സോ അതൊരു ഇൻക്രിമെന്റൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല സ്പൈറൽ മോഡൽ, ബിക്കോസ് ഇറ്റ് ഇസ് മെയിൻലി ഫോർ റിസ്ക് അനലൈസ്. റിസ്ക് കൂടുന്നതല്ലല്ലോ നമ്മളവിടെ ചെക്ക് ചെയ്യുന്നത്, നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ അതിനനുസരിച്ചുള്ള റിസ്ക് ആണ്. ഓക്കെ, സോ ഇതൊരു ഇൻക്രിമെന്റൽ പ്രോസസ് മോഡൽ അല്ല, കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. Then next one is spiral model is a risk driven. Yes, spiral എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു റിസ്ക് ഡ്രിവൺ ആയിട്ടുള്ള പ്രോസസ് മോഡൽ ആണ്. ഓക്കെ, സോ ആക്ച്വലി റിസ്ക് എന്ന് പറയുന്നത് എന്താണ്, സ്പൈറൽ മോഡലിന്റെ കോർ ആയിട്ടുള്ള ഫീച്ചർ ആണ്. സോ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ തെറ്റിക്കില്ല എന്ന് ഞാൻ കരുതുന്നു. Then next, spiral model is an acyclic balancing approach. Actually spiral model എന്ന് പറയുന്നത് സൈക്ലിക് ആണ്, ഇങ്ങനെ നമ്മളൊരു ലൂപ്പായിട്ട് പോകുന്ന രീതിയിൽ. ഓക്കെ, ഒരു ലൂപ്പായിട്ട് പോകുന്ന രീതിയിൽ. സോ അതെന്ത് ചെയ്യുന്നുണ്ട്, അതൊരു പ്രോസസ്സാണ്. ആക്ച്വലി അസൈക്ലിക് എന്ന് പറയുന്ന സമയത്ത് അതല്ല എന്നുള്ള രീതിയിലാണ്. സോ ഇതൊരു സൈക്കിൾ ആയിട്ട് പോവാണ്. സോ സ്പൈറൽ മോഡൽ നമുക്കൊരു സൈക്കിൾ ആയിട്ട് പറയാം. സോ ഇറ്റ് ഇസ് നോട്ട് അസൈക്ലിക്, ഇറ്റ്സ് എ സൈക്ലിക്. സോ ഇത് എന്താണ്, തെറ്റാണ്. Yes, the third option, last option എന്ന് പറയുന്നത് സ്പൈറൽ മോഡൽ ഇൻവോൾവ്സ് എ സെറ്റ് ഓഫ് ആങ്കർ പോയിന്റ് മൈൽസ്റ്റോൺ. അതായത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിന്റെ ബേസിസിൽ റിസ്ക് അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡെവലപ്പിംഗ് പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രസ് എൻഷുർ ചെയ്യുന്നത്, സോ ദാറ്റ് വി ക്യാൻ അച്ചീവ് ദാറ്റ് പെർട്ടിക്കുലർ ഗോൾ. ഓക്കെ, സോ നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ബി ആൻഡ് ഡി ആണ്. സ്പൈറൽ മോഡൽസ് മാത്രമല്ല, എല്ലാതെയും വാട്ടർഫോൾ മോഡൽസ്, എവല്യൂഷൻ, പിന്നെ
പ്രോട്ടോടൈപ്പിംഗ് മോഡൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അതിന്റെ ഒരു സ്റ്റെപ്പ് ബേസിസിൽ. ദെൻ ഇൻക്രിമെന്റൽ മോഡലും ഡിഫറെന്റ് ആയിട്ടുള്ള മോഡലിന്റെ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അങ്ങനെയും ചോദിക്കാറുണ്ട്. സോ ഇങ്ങനത്തെ മോഡൽസ് ആണ് അതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. പിന്നെ നിങ്ങൾക്കറിയാം കൊക്കോമോ മോഡലിൽ പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്. സോ അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ സം സെറ്റ് ഓഫ് 10 questions. So next class I will come with another set of questions. So by the time, thank you so much.